നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനിസിപ്പൽ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക്. ത്രിതല തെരഞ്ഞെടുപ്പ്, നേതാക്കളുടെ വാർഡുകളിൽ മാറ്റം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ക്രൈസ്റ്റിൽ SFIക്ക് തകർപ്പൻ വിജയം. മഴ ശക്തമാകുന്നു, ഒപ്പം മഴക്കാല രോഗങ്ങളും. ബ്ലെസ്സേ ഹോം ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട നഗരസഭാ മന്ദിരം ഉദ്ഘാടനം 14-ന്. ആധുനിക സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച നഗരസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14-ന് 3:30-ന് കേന്ദ്രമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിക്കും. നഗരസഭ ആരംഭിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം PC ചാക്കോ MP നിർവഹിക്കും. 60 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള 17,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 നില കെട്ടിടത്തിൽ കൌൺസിലർമാർക്കും ജനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമായിരിക്കും. ഇരിങ്ങാലക്കുട പഞ്ചായത്തുകളിൽ കക്ഷി നേതാക്കളുടെ വാർഡുകളിൽ മാറ്റം. പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളിൽ കക്ഷി നേതാക്കളുടെ വാർഡുകൾക്ക് മാറ്റം വന്നു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS മൊയ്തീന്റെ വാർഡ് ഹരിജൻ വനിതാ വാർഡായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് NK ജോസഫിന്റെ വാർഡ് വനിതാ വാർഡായി മാറി. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ചന്ദ്രന്റെ വാർഡ് ജനറൽ വാർഡായി മാറി. പ്രതിപക്ഷ നേതാവ് P പീതാംബരന്റെ വാർഡ് വനിതാ വാർഡായി മാറി. വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ നാരായണന്റെ വാർഡ് ജനറൽ വാർഡായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് PO ആന്റണിയുടെ വാർഡ് പട്ടികജാതി ജനറലായി മാറി. പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ചാത്തുവിന്റെ വാർഡ് ജനറലായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ജോസ് മൂഞ്ഞേലിയുടെ വാർഡ് വനിതാ വാർഡായി മാറി. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സൈനുൽ അബ്ദീന്റെ വാർഡ് വനിതാ വാർഡായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ബെറ്റി ജോസിന്റെ വാർഡ് ജനറൽ വാർഡായി മാറി. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AK അനന്തശയനന്റെ വാർഡും പ്രതിപക്ഷ നേതാവ് CM ഉണ്ണികൃഷ്ണന്റെ വാർഡും വനിതാ വാർഡായി മാറി. കാർളം പഞ്ചായത്ത് പ്രസിഡന്റ് CV വാസുവിന്റെ വാർഡ് ജനറൽ വാർഡായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് AB അബ്ദുൾ സത്തഗിന്റെ വാർഡ് വിവിധ വാർഡുകളിൽ ലയിച്ച് ഇല്ലാതായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന മജീദിന്റെ വാർഡ് ജനറലായി മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് അനിൽ മാന്തുരുത്തിയുടെ വാർഡ് വനിതാ വാർഡിനായി സംവരണം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ കാലവർഷം ശക്തമാകുന്നു. ഒരാഴ്ചത്തെ മാന്ദ്യത്തിനു ശേഷം കഴിഞ്ഞ 2 ദിവസമായി ഇരിങ്ങാലക്കുടയും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ അനുഭവപ്പെട്ടു. വിദ്യാർത്ഥികളും ജോലിക്കാരും ശക്തമായ മഴയിൽ യാത്രക്കായി ഏറെ ക്ലേശിക്കേണ്ടി വന്നു. ഒപ്പം മഴക്കാല രോഗങ്ങളും വ്യാപകമായിട്ടുണ്ട്. ആശുപത്രികളിലും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ വസതികളിലും രോഗികളുടെ വൻ നിരക്കാണ് അനുഭവപ്പെടുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിൽ രക്ഷിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികൃതരും ഏറെ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ ബ്ലെസ്സേ ഹോം പദ്ധതി. രൂപതയിലെ പാവപ്പെട്ട കുടുംബങ്ങളുടെ സമഗ്ര വികസനത്തിനു വേണ്ടി നടപ്പിലാക്കുന്ന ബ്ലെസ്സേ ഹോം പദ്ധതിയുടെ പ്രഥമ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗം മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. രൂപത ദിനാചരണ വേളയിൽ പദ്ധതിയുടെ നിർവഹണോദ്ഘാടനം നടത്തുവാൻ തീരുമാനിച്ചു. മാർ ജെയിംസ് പഴയാറ്റിൽ സന്ദേശം നൽകി. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ആലപ്പാട് അധ്യക്ഷത വഹിച്ചു. മാർ പോളി കണ്ണൂക്കാടൻ ചെയർമാൻ, വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ആലപ്പാട് പ്രസിഡന്റ്, ഫാദർ ജോസ് പാലാട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ജിജി പോൾ മാമ്പള്ളി വൈസ് പ്രസിഡന്റ് എന്നിവരാണ് ഭാരവാഹികൾ. ഫാദർ ജോസ് പാലാട്ടി, ഫ്രാൻസിസ് എടാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. ശ്രീ സംഗമേശ സ്തോത്രം പുനഃപ്രകാശനം ചെയ്യുന്നു. യശശരീരനായ ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനെല്ലൂര് പത്മനാഭര് ഗോവിന്ദര് നമ്പൂതിരിപ്പാട് രചിച്ച ശ്രീ സംഗമേശ സ്തോത്രം എന്ന ഭക്തികാവ്യം 2010 ഓഗസ്റ്റ് 2-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5:30-ന് പുനഃപ്രകാശനം ചെയ്യുന്നു. ഗ്രന്ഥത്തിന്റെ പുനഃപ്രകാശന പതിപ്പ് ഓഗസ്റ്റ് 1-ാം തീയതി ഞായറാഴ്ച 5:30-ന് തിരുവിതാംകൂർ മഹാരാജാസ് പത്മനാഭ ദാസ ഉത്രാടം തിരുനാൾ ശ്രീ സംഗമേശന്റെ തൃപ്പടിയിൽ സമർപ്പിക്കുന്നു. ശ്രീ കൂടൽമാണിക്യം ഭരണസമിതി ചെയർമാൻ ശ്രീ P തങ്കപ്പൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ ശ്രീ PK ഭരതൻ മാസ്റ്റർ, കൺവീനർ ശ്രീ A അഗ്നിശർമ്മൻ, നെടുമ്പള്ളി തരണനെല്ലൂർ കുടുംബാംഗങ്ങൾ എന്നിവരും ഭക്തജനങ്ങളും സന്നിഹിതരായിരിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.